21 കോൺഗ്രസ് ആഹ്വാനം ചെയ്ത നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ ജി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ഇങ്ങനെ RSSന് അന്ന് അദ്ദേഹം 21 സംഘം തുടങ്ങിയിട്ടില്ല. പക്ഷെ RSS സ്ഥാപകന് RSS തുടങ്ങിയതിനു ശേഷം സ്വാതന്ത്ര്യ സമരത്തിൽ RSSന്റെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായകമായ ഘട്ടത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ് സംഘസ്ഥാപകനായ ഡോക്ടർ ജി. ഖിലാഫത്ത് സമരത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിക്കെട്ടിയതോടുകൂടിയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം അപജയത്തിലേക്ക് കൂപ്പുകുത്തിയത്. ഇത് അപകടകരമായി മാറും എന്ന് മനസ്സിലാക്കിയിട്ടാണ് 1925 സെപ്റ്റംബർ 27 ലോകം സാഗൂതം നോക്കുന്ന ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം ജന്മമെടുത്തത്. ചിന്തിച്ചു നോക്കൂ, 21 രാഷ്ട്രവിഭജനത്തിന് കാരണമായ ആ നയപരമായ വ്യതിയാനം സംഭവിക്കുമ്പോൾ RSS എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭാവി എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ രാജ്യം ഏത് സ്ഥിതിയിൽ എത്തിച്ചേരുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. 1920 താഷ്കന്റിൽ ആരംഭിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. RSSനേക്കാളും 5 വയസ്സ് മൂത്തതാണ്. 20 താഷ്കന്റിലാണ് ആരംഭിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തിനാണ് ആരംഭിച്ചതെന്ന് അറിയുമോ? ഏതെങ്കിലും കാലത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദുക്കളുടെ ഒപ്പം നിന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാ കാലത്തും ഇസ്ലാമിക മതമൗലികവാദികൾക്കൊപ്പം, രാഷ്ട്രവിരുദ്ധർക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കാൻ എന്താ കാരണം? അതിന്റെ കാരണം 1920 താഷ്കന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ചത് തന്നെ ഭാരതത്തെ റഷ്യക്ക് വേണ്ടി പിടിച്ചെടുക്കാനായിരുന്നു. അതിനാരെയാണ് കൂട്ടുപിടിച്ചതെന്നറിയാവോ? ഈ ഭാരതത്തിൽ നിന്നും ഹിജറ ചെയ്ത മുസ്ലിം മതമൗലികവാദികളെ. എന്താ ഹിജറ ചെയ്യുക എന്ന് പറഞ്ഞാൽ? പലായനം ചെയ്യുക, ഇവിടുന്ന് ഓടിപ്പോയി. എന്തിനാ ഓടിപ്പോയത്? ഈ ഭാരതം എന്ന് പറയുന്നത് ദാറുൽ ഹറാമാണ്, അവിശുദ്ധമായ നാടാണ് ഇത്. എന്താണ് ഇത്? ദാറുൽ ഇസ്ലാം അല്ലാത്തിടത്തോളം കാലം, അതായത് ശരിയ നിയമം അനുസരിച്ച് ഇവിടെ ഭരണം നടക്കാത്തിടത്തോളം കാലം ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് അവിശുദ്ധമായ നാടാണ്. അതുകൊണ്ട് ഞങ്ങൾ ദാറുൽ ഇസ്ലാം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ദാറുൽ ഹറാം ആയതുകൊണ്ട് ഇവിടുന്ന് പോയി ഒരു പറ്റം മുസ്ലിം മതമൗലികവാദികൾ. അപ്പോ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി ഏതെല്ലാം ശക്തികൾ പരിശ്രമിച്ചു. 25 രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന തീവ്ര ദേശീയ ബോധമുള്ള ജനതയെ സൃഷ്ടിക്കുന്ന, ആത്മാഭിമാനമുള്ള ജനതയെ സൃഷ്ടിക്കുന്ന, സംസ്കാര ബോധമുള്ള ജനതയെ സൃഷ്ടിക്കുന്ന, സനാതന ധർമ്മത്തിനോടൊപ്പം നിൽക്കുന്ന ജനതയെ സൃഷ്ടിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന് വേരോട്ടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇനി പലപ്പോഴും നമ്മുടെ ഈ സംഘ സ്വയം സേവകർക്ക് പോലും അറിയാത്തതാണോ എനിക്കറിയില്ല, പലപ്പോഴും ചാനൽ ചർച്ചയിൽ പോലും കൃത്യമായ മറുപടി കൊടുക്കാത്ത ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. RSS എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി, ഒരു രാഷ്ട്രത്തിന്റെ ദേശീയതയെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഉണ്ടായ പ്രസ്ഥാനത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ അപഹസിക്കുമ്പോൾ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ പ്രതിജ്ഞ ചെയ്യുന്ന സ്വയം സേവകർ, പ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ചെയ്തിട്ടുള്ളവരുണ്ടാവും, എല്ലാവരും ചെയ്യണമെന്നില്ല, അതൊരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ പ്രതിജ്ഞ ചെയ്യുക. അതിനിപ്പോ നമ്മൾ പ്രതിജ്ഞ സ്വയം സേവകർ എന്ന് പറയും. പണ്ട് ഡോക്ടർ ജിയുടെ കാലത്ത് ഈ പ്രതിജ്ഞയുണ്ട്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നിലുള്ള സംഘത്തിലെ പ്രതിജ്ഞ. ആ പ്രതിജ്ഞയില് എന്തിനാണ് സംഘം തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, ഭഗവദ്ഗീതത്തിന് മുന്നിൽ വെച്ചാണ് ഈ പ്രതിജ്ഞ ചെയ്യുന്നത്. രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഭാഗമായി തീരുന്നു എന്നാണ് ആ പ്രതിജ്ഞയിൽ ആദ്യം പറയുന്നത്. രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ. ഇപ്പൊ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടായത് തന്നെ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വകുപ്പ് ഈ സംഘത്തിന്റെ പ്രതിജ്ഞ
രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചിത്തരഞ്ജന്റെ RSS ഫ്രീഡം മൂവ്മെന്റ് പേജ് 8 ഈ പുസ്തകത്തിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. അക്കാലത്തെ സംഘപ്രതിജ്ഞയെ കുറിച്ച് ഇന്നത്തെ സംഘപ്രതിജ്ഞയിൽ അതില്ല. ഇന്ന് സ്വയം സേവകർ ചൊല്ലുന്ന പ്രതിജ്ഞ അന്നത്തെ പ്രതിജ്ഞയും അതിന്റെ കണ്ടന്റ് സമാനമാണെങ്കിലും ഈ വാക്കുകൾ വ്യത്യാസമുണ്ട്. കാരണം 47 രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നുള്ള വാക്ക് ഇന്ന് ഇല്ല. അപ്പം RSS എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. മറ്റുള്ളവർ പറയുന്ന പോലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യ സമരം അവസാനിച്ചിട്ടില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം നേടുക എന്നാൽ ഒരു ജനതയുടെ ആത്മാവിഷ്കാരത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അതിനാണ് നമ്മൾ പരമവൈഭവം എന്നൊക്കെ പറയുന്നത്. രാഷ്ട്രത്തിന്റെ പരമവൈഭവം. സംഘത്തിന്റെ ശാഖയിൽ പോയിട്ടുള്ളവർക്കറിയാം, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലുമ്പോൾ പരം വൈഭവം നേതുമേതസ്വരാഷ്ട്രം. RSSന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ പരമവൈഭവം നേടലാണ് രാഷ്ട്രത്തിന്റെ. രാഷ്ട്രത്തിന്റെ പരമവൈഭവം നേടുക എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഭാരതീയന് ദേശീയബോധം അവന്റെ നാഡീ ഞരമ്പുകളില് ആർത്തലച്ചൊഴുകുന്ന ദേശീയബോധത്തിന്റെ ആവിഷ്കാരത്തിന് തടസ്സമില്ലാത്ത കാലം വരുമ്പോഴാണ് പരമവൈഭവം ഉണ്ടാവുക. അതാണ് ഒരു നാടിന്റെ ആത്യന്തികമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അന്നത്തെ സംഘത്തിന്റെ പ്രതിജ്ഞ. ഹിന്ദു രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാനും ഹിന്ദു വിശ്വാസങ്ങളെയും സമാജത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുവാനുമായി ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ യഥാവിധി പ്രതിജ്ഞ ചെയ്ത് അംഗമാകുന്നു. അന്നേ ബ്രിട്ടീഷ് രഹസ്യ അന്വേഷണ വിഭാഗം RSSന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇനി ധീര വിപ്ലവകാരികൾ, രാജ്യം ഇന്ന് കൊണ്ടാടുന്ന പല ധീര ബലിദാനികളും അവർ സ്വയം സേവകരായിരുന്നു. 1926-27 കാലഘട്ടത്തിൽ നാഗപ്പൂരിൽ സംഘം തുടങ്ങിക്കഴിഞ്ഞ ശേഷം നാഗപ്പൂരിലെ ഭോസ്ലെ വേദപാഠശാലയിലെ വിദ്യാർത്ഥിയായിരുന്നു പ്രസിദ്ധ വിപ്ലവകാരിയായി മാറിയ രാജ്ഗുരു. ഭഗത് സിംഗിന്റെയും അതുപോലെ ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറിയ വിപ്ലവകാരിയാണ് രാജ്ഗുരു. ഈ രാജ്ഗുരു സ്വയം സേവകനായിരുന്നു എത്ര പേർക്കറിയാം? ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറിയ രാജഗുരു കറകളഞ്ഞ സ്വയം സേവകനായിരുന്നു. ലാലാ ലജ്പത് റായിയുടെ കൊലപാതകത്തിലെ പ്രതിഷേധിച്ചുകൊണ്ട് 1928 ഡിസംബറിൽ പോലീസ് മേധാവിയായിരുന്ന സാൻഡേഴ്സിനെ ബോംബെറിഞ്ഞു കൊന്ന കേസിൽ തൂക്കുമരത്തിലേക്ക് നടന്നുപോയ രാജഗുരു നാഗപ്പൂരിലെ വേദപാഠശാലയിൽ വെച്ച് സ്വയം സേവകനായി മാറിയ ആളാണ്. അദ്ദേഹം ലാഹോറിൽ നിന്ന് ഒളിവിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഭാരതത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് നാഗപ്പൂരിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ ഒളിവിൽ പാർപ്പിച്ചത് സംഘസ്ഥാപകനായ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറാണ്. ഭയ്യാജി ദാണി പിന്നീട് സംഘത്തിന്റെ പ്രചാരകാണ് അദ്ദേഹം. ആ പ്രചാരക ആയിരുന്ന ഭയ്യാജി ദാണി അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന ഫാം ഹൗസിൽ രാജ്ഗുരുവിനെ ഒളിവിൽ പാർപ്പിച്ചത് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ നിർദ്ദേശമനുസരിച്ചാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് എന്താ പങ്ക്? ഈ രാജ്യത്തിന്റെ സാമൂഹ്യ പരിവർത്തനത്തിൽ RSSന് എന്താ പങ്ക് എന്ന് ചോദിക്കുന്ന, റഷ്യക്കാരന് വേണ്ടിയും പിന്നീട് ചൈനക്കാർക്ക് വേണ്ടിയും ഒക്കെ വിടുപണി ചെയ്യുന്ന, ജമ്മു കാശ്മീര് പാകിസ്ഥാന് തീരെഴുതി കൊടുക്കേണ്ട കാലം കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ബേബിമാരുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളോട് ഈ ചരിത്രമൊന്നും ഉദ്ധരിച്ചിട്ട് കാര്യമില്ല എന്നറിയാം. 1929 കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസ് ഒരിക്കലും അതിന്റെ ആരംഭകാലത്തൊന്നും ഭാരതത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞില്ല. ബ്രിട്ടീഷുകാരുമായിട്ട് ഒത്തുപോകാം, ഒരു പുത്രികാ പദവിയൊക്കെ തന്നാ മതി, ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടി ചായ കുടിച്ച് പിരിയുന്ന പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ. ബാലഗംഗാധര തിലകൻ വന്നതിന് ശേഷമാണ് ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഒരു കയ്യിൽ ഭഗവത്ഗീതയും മറുകൈയിൽ പടവാളുമായി ഗണേശോത്സവങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട്, ശിവജി ജയന്തി സംഘടിപ്പിച്ചുകൊണ്ട്, ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായ ആത്മാവിനെ തട്ടി ഉണർത്തുന്ന ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കടുത്ത ദേശീയവാദത്തിന്റെ സന്ദേശവുമായിട്ട് മുന്നോട്ട് വരുന്ന തിലകന്റെ അകാലത്തിലുള്ള ആ മരണമാണ് സത്യത്തിൽ കോൺഗ്രസിനെ പിന്നീട് വഴിതെറ്റിച്ചത്. അതുപോട്ടെ. അപ്പോ അത്തരം ദേശീയ ബോധത്തിന്റെ
ഒരു തരിയെങ്കിലും പ്രദർശിപ്പിച്ച സമയത്ത് പിന്നീട് കോൺഗ്രസിന് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കേണ്ടി വന്നു 1929 അന്ന് സംഘത്തിന്റെ ശാഖകൾ നാമമാത്രമാണ്. പക്ഷേ ഡോക്ടർ ജി അദ്ദേഹം ശാഖകൾക്ക് നിർദ്ദേശം കൊടുത്തു, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസ്, അതുകൊണ്ട് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ പരേഡുകൾ സംഘടിപ്പിക്കണം, ദേശഭക്തി ഗാനങ്ങൾ പാടിക്കൊണ്ട് തെരുവിൽ നമ്മൾ പരേഡുകൾ സംഘടിപ്പിക്കണം എന്ന് ഡോക്ടർ ജി ശാഖകൾക്ക് നിർദ്ദേശം കൊടുത്തു. 1930 ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നിയമലംഘനങ്ങൾ നടക്കുന്ന സമയത്ത് മധ്യഭാരതത്തിൽ കടലില്ലാത്തത് കൊണ്ട് ഡോക്ടർ കേശവറാം ഹെഡ്ഗേവാറിന്റെ നേതൃത്വത്തില് 10,000-ഓളം വരുന്ന സംഘപ്രവർത്തകർ നിയമം ലംഘിക്കാൻ തീരുമാനിച്ചു. കാട്ടിൽ കയറി, അന്ന് കാട് സർക്കാരിന്റെ സ്വത്താണല്ലോ, കാട്ടിൽ കയറി പുല്ലരിഞ്ഞുകൊണ്ട് ഉപ്പു സത്യാഗ്രഹത്തിന് സമാനമായ പ്രക്ഷോഭം നടത്തി അറസ്റ്റ് വരിച്ചു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് എന്താണ് പങ്ക്? രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ഇത്തരം പ്രക്ഷോഭങ്ങളിലൊന്നും ഇടപെടിച്ചില്ല. പക്ഷെ ഡോക്ടർ ജി എന്ത് ചെയ്തു? സ്വയം സേവയോട് പങ്കെടുക്കാൻ പറഞ്ഞു. ഇന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു പ്രക്ഷോഭത്തിലും പങ്കെടുക്കാറില്ല. നിലയ്ക്കൽ പ്രക്ഷോഭം നയിച്ചത് കർമ്മസമിതിയാണ്. ഇനി നമ്മുടെ സമൂഹത്തിൽ ഇവിടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു പ്രശ്നമുണ്ടായി, ഹിന്ദുവിന്റെ പ്രശ്നമാണോ? അപ്പൊ ഇവിടെ ഒരു സമിതി ഉണ്ടാക്കും, സംഘത്തിന്റെ പിന്തുണയുണ്ടാകും, സ്വയം സേവകർ നിൽക്കും. സംഘത്തിന്റെ ചരിത്രത്തിൽ നാളിതുവരെ സംഘം ഒരു പ്രക്ഷോഭത്തിലും നേരിട്ട് പങ്കെടുത്തിട്ടില്ല. കാരണം അത് വ്യക്തി നിർമ്മാണം നടത്തുക എന്ന് പറയുന്ന ഒരു തപസ് നടത്തുന്ന സംഘടനയാണ്. ആ വ്യക്തി നിർമ്മാണത്തിൽ നിന്നും പുറത്തു വരുന്ന ഉൽപ്പന്നങ്ങൾ, കറകളഞ്ഞ വ്യക്തിത്വങ്ങൾ, അവര് ഈ സമൂഹത്തിന് എന്ത് വേണം അതനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെയാണ് നമുക്ക് നരേന്ദ്രമോദി ഉണ്ടായത്. അങ്ങനെയാണ് ഈ രാജ്യത്ത് നിരവധി മുഖ്യമന്ത്രിമാരും MLA-മാരും MP-മാരും ഗവർണർമാരും രാഷ്ട്രീയ രംഗത്ത് എല്ലാവരും പ്രത്യേകം പെട്ടെന്ന് കാണുന്നതായതുകൊണ്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന, തൊഴിലാളി സംഘടന, വിദ്യാർത്ഥി സംഘടന, ലോകത്തിലെ നമ്പർ 1 നിരവധി സംഘടനകൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ചതാണ്. ഉപ്പു സത്യാഗ്രഹത്തിൽ വ്യക്തിപരമായി സ്വയം സേവകരോട് അറസ്റ്റ് വരിക്കാൻ പറഞ്ഞു. ലോഹാറ എന്ന് പറയുന്ന കാട്ടിൽ പ്രവേശിച്ച് പുല്ലരിഞ്ഞ് നിയമലംഘനം നടത്തിയ ഡോക്ടർ ജി അന്ന് സർസംഘചാലകായിട്ട് മറ്റൊരാളെ നിശ്ചയിച്ചിട്ടാണ് ഈ സമരത്തിന് അദ്ദേഹം പോകുന്നത്. 1932 വിപ്ലവകാരികള് ബ്രിട്ടീഷ് ഖജന്നാവ് കൊള്ളയടിച്ചു. അങ്ങനെ കൊള്ളയടിക്കുന്ന അതിന് ബാലാഘട്ട് സംഭവം എന്നാണ് പറയുന്നത്. ഇതിൽ പ്രമുഖ വിപ്ലവകാരിയായിരുന്ന ജതീന്ദ്രനാഥ് ബലിദാനിയായി. ഈ സംഭവത്തില് അറസ്റ്റ് ചെയ്യപ്പെട്ടവരില് ബാലാജി ഹുദ്ദാർ എന്ന് പറയുന്ന ഒരു വിപ്ലവകാരി ഉണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർക്കാരിയായിരുന്നു. ഈ രാജ്യത്തിന്റെ വിപ്ലവ വഴിത്താരയിൽ, സ്വാതന്ത്ര്യത്തിന്റെ വിപ്ലവ വഴിത്താരയിൽ സംഘത്തിന്റെ സ്വാധീനം എന്തായിരുന്നു, സാന്നിധ്യം എന്തായിരുന്നു എന്ന് തെളിയിക്കുകയാണ്. ഇവിടെ പലരും പറയാറുണ്ടല്ലോ RSS ബ്രിട്ടീഷുകാരുടെ പാദസേവകരാണ്. സവർക്കറുടെ പേരും അതിനോടൊപ്പം ചേർത്ത് പറയും. സവർക്കറുടെ പേരുച്ചരിക്കാൻ ഇവർക്ക് എന്ത് അവകാശമാണുള്ളത്? 2 ജീവപര്യന്തം ശിക്ഷ ഏറ്റുവാങ്ങി 50 വർഷം, ഇവിടുത്തെ 14 വർഷമല്ല 50 വർഷം, 25 50 വർഷം 2 ജീവപര്യന്തം ശിക്ഷ ഏറ്റുവാങ്ങി ആൻഡമാനിലെ കാലാപ്പാനി നിക്കോബാർ ജയിലുകളില് അടച്ച സവർക്കർ വാഴക്കുല പൊട്ടിച്ച കേസിലല്ല പോയത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഖജന്നാവ് കുത്തി തുറന്ന കേസിലല്ല പോയത്, സവർക്കറുടെ മകൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ച കേസിലല്ല അകത്ത് പോയത്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിലാണ്. അദ്ദേഹം മാപ്പെഴുതി കൊടുത്തു പോലും. ശരിയാണ്, അദ്ദേഹം ഒരു തവണയല്ല നിരവധി തവണ മാപ്പെഴുതി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? ഈ പറയുന്ന നിയമം അനുസരിച്ചാണ് അദ്ദേഹത്തെ കപ്പലിൽ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം കപ്പലിന്റെ ആ ഡെക്കിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതും തെറ്റാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ ജയിലിൽ കിടന്ന് നരകിച്ച് മരിക്കേണ്ടവനല്ല ഞാൻ, എന്റെ ജനങ്ങളുടെ ഒപ്പം നിന്ന് പോരാടി മരിക്കേണ്ടവനാണ്. പോരാടി മരിക്കേണ്ടവൻ ഏതു വിധേനയും പുറത്തു വരണം. പോരാടി മരിക്കാൻ തീരുമാനിച്ചവൻ 10 വർഷം അദ്ദേഹത്തെ ആൻഡമാൻ നിക്കോബാർ ജയിലിൽ ആക്കുകയും പിന്നീട് വൻകരയിലേക്ക് കൊണ്ടുവന്ന് 3 വർഷം ആക്കുകയും പിന്നെ വീട്ടുതടങ്കലിലാക്കുകയും എല്ലാം ചെയ്യുമ്പോൾ, വീട്ടുതടങ്കലിലാക്കുമ്പോൾ പോലും ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. കാരണം സവർക്കർ ആരാണ് എന്താണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയില്ലെങ്കിലും ബ്രിട്ടീഷുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു.
932 ഡിസംബറില് മധ്യപ്രദേശിലെ ഗവർണർ സർക്കാർ ഉദ്യോഗസ്ഥർ RSSൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പല സംസ്ഥാനങ്ങളിലും അങ്ങനെയായിരുന്നു. കാരണം സ്റ്റേറ്റിനെതിരാണ്. അന്നത്തെ സ്റ്റേറ്റ് ആരാണ്? ബ്രിട്ടീഷുകാരാണ് അന്നത്തെ സ്റ്റേറ്റ്. വിദേശ വസ്തു ബഹിഷ്കരണത്തില്, സ്വദേശി പ്രസ്ഥാനത്തില് രാഷ്ട്രീയ സ്വയം സേവക സംഘം സജീവമായിരുന്നു. ഇതൊക്കെയാണ് സഖാവേ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ സ്വയം സേവരുണ്ടായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടനെ സമ്മർദ്ദത്തിലാക്കി സ്വാതന്ത്ര്യം മേടിക്കുവാൻ വേണ്ടിയിട്ട് ക്രാന്തികൾ ഉണ്ടാക്കി. അതിൽ സംഘസ്ഥാപകൻ ഉണ്ടായിരുന്നു, കേശവ ബൽറാം ഹെഡ്ഗേവാർ ഉണ്ടായിരുന്നു. 150ഓളം വിപ്ലവകാരികൾ ചേർന്ന് ക്രാന്തികൾ ഉണ്ടാക്കി ബ്രിട്ടനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുമ്പോൾ അതിൽ സംഘസ്ഥാപകൻ ഉണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് പങ്കുണ്ട്. ഇത് സാമൂഹ്യ പരിവർത്തനത്തിനുള്ള പോരാട്ടമാണെങ്കിൽ അതിൽ RSSന് പങ്കുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് സുഹൃത്തുക്കളെ 1934 ഡിസംബർ 5 സാക്ഷാൽ മഹാത്മാഗാന്ധി RSSന്റെ വാർധയിലുള്ള ശിബിരം സന്ദർശിച്ചു. അതിൽ അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യമായി. ഇവിടെ പലരും പറഞ്ഞു പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ശരിയാണ്. ജാതി ഇല്ലാതെയാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരുടെ ഉള്ളിൽ കടുത്ത ജാതീയതയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖയിൽ വരുന്നവർക്ക് ജാതി വേർതിരിവ് കാണാൻ പറ്റില്ല. വാർത്താ ശിബിരത്തിൽ വന്ന ഗാന്ധിജി ഇതിൽ എത്ര ഹരിജനങ്ങളുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഹരിജനങ്ങളില്ല. ഗാന്ധിജി വിളിക്കുന്ന അർത്ഥത്തിലുള്ള ഹരിജനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ അവര് ഹരിജനമായിട്ടല്ല, അവർ ഹിന്ദുവായിട്ടാണ് അറിയപ്പെടുന്നത്. ഹരിജനെയും പിന്നോക്കക്കാരനെയും ഹിന്ദു മേലുല്ലാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ 100 വർഷം കൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് സാധിച്ചു. ഇത്തരം രാജ്യ സ്നേഹപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടാണ് 1940 ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ വിപ്ലവങ്ങളുടെ നെടുനായകത്വം വഹിച്ച സുഭാഷ് ചന്ദ്രബോസ് നാഗപ്പൂരിൽ അദ്ദേഹത്തെ കാണാനെത്തി. പിറ്റേ ദിവസം ഡോക്ടർജി സമാധിയായി. എന്തുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിനെ കാണാൻ പോയത്? ഈ രാജ്യത്തിന്റെ ആത്യന്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് പോയത്. 1940 ഡോക്ടർജി മരിച്ച് അധികം ദിവസം കഴിയുന്നതിന് മുന്നേ ആഗസ്റ്റ് 5 ഭാരതത്തിന്റെ സുരക്ഷാ നിയമത്തിലെ അന്നത്തെ 56ഉം 58ഉം വകുപ്പ് അനുസരിച്ച് സംഘത്തെ ഒരർത്ഥത്തിൽ സംഘത്തിന്റെ ശാഖയെ നിരോധിച്ചു. ഗണവേഷം, യൂണിഫോം ഉപയോഗിച്ചുള്ള മാസ്റ്ററിൽ നിരോധിച്ചു. RSSന്റെ ശക്തി എന്ന് പറയുന്നത് ഈ മാസ്റ്ററിലാണ്, ഈ ശാഖയാണ്. അതിനെ 40 ആഗസ്റ്റ് 5 ബ്രിട്ടീഷുകാരാണ് ആദ്യം നിരോധിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് പാദസേന ചെയ്യാൻ RSSന് അറിയുമെങ്കിൽ RSSനെ ബ്രിട്ടീഷുകാർക്ക് നിരോധിക്കേണ്ട കാര്യം വരുമായിരുന്നില്ല. 42 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. അതാണ് ഈ കഴിഞ്ഞ ദിവസം ചാനലിൽ ചോദിച്ചത്. 40 ഡോക്ടർജി സമാധിയായി, മരിച്ചു. 42 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ എന്തുകൊണ്ടാണ് സംഘസ്ഥാപകൻ പങ്കെടുക്കാത്തതെന്ന് ഒരു ചർച്ചക്കാരി ചോദിക്കുകയാണ്. അപ്പൊ 42 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് അതിലെന്താ സ്വയം സേവകരുടെ പങ്ക്? നിരവധി സ്വയം സേവകരെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വിദർഭയിലെ അഷ്ടിച്ചിമൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ബ്രിട്ടനെ വെല്ലുവിളിച്ചുകൊണ്ട് അഷ്ടിച്ചിമൂരിൽ സമാന്തര ഭരണവ്യവസ്ഥ ഉണ്ടാക്കി സ്വയം സേവകർ. അതിനെതിരെ വലിയ സൈനിക നടപടി ഉണ്ടായി. നിരവധി പേര് മരിച്ചു. 1 ഡസനിലധികം സ്വയം സേവകർ അഷ്ടിച്ചിമൂറിൽ ബലിദാനികളായി. അത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ്. അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അഷ്ടിച്ചിമൂർ എന്ന് പറയുന്ന സംഭവത്തിൽ മാത്രം 1 ഡസനിലധികം സ്വയം സേവകരെ ബലിദാനികളായിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ചന്ത ജില്ലയിലെ ചിമൂർ ഗ്രാമത്തിൽ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ശിപ്പായികളും ബ്രിട്ടീഷ് പട്ടാളവും ചേർന്ന് ബലമായി നികുതി പിരിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സംഘപ്രവർത്തകർ, സ്വയം സേവകർ ജനങ്ങളോടൊപ്പം വലിയൊരു മുന്നേറ്റം നടത്തി. അഷ്ടി ഗ്രാമത്തിൽ, ഈ ചിമൂർ ഗ്രാമത്തിലും അഷ്ടി ഗ്രാമത്തിലും നടന്ന ഈ വിപ്ലവങ്ങളാണ് അഷ്ടിച്ചിമൂർ എന്നാണ് പിന്നീട് അറിയപ്പെടുന്നത്. അഷ്ടിച്ചിമൂർ പ്രക്ഷോഭം വലിയ കലാപമായി. അതില് ബ്രിട്ടീഷുകാരതിനെ അടിച്ചമർത്തി. അതില് 14 പേർക്ക് വധശിക്ഷ വിധിച്ചു.
ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനായിരുന്നു അത്. പിന്നീട് അത് ജീവപര്യന്തമാക്കിയെങ്കിലും, ആ ശിക്ഷ ജീവപര്യന്തമാക്കിയെങ്കിലും ഇങ്ങനെ എത്രയെത്ര പ്രക്ഷോഭങ്ങൾ. ക്വിറ്റ് ഇന്ത്യ സമരത്തില് RSSന്റെ പങ്കിനെ കുറിച്ച് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ രേഖകൾ, ആ രേഖകൾ ദില്ലിയിലെ നാഷണൽ ആർക്കൈവ്സിലുണ്ട്. വെറുതെ ഇവിടുന്ന് വിമാനം പിടിച്ച് ദില്ലിക്ക് പോകുന്ന ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ദില്ലി ആർക്കൈവ്സിൽ, നാഷണൽ ആർക്കൈവ്സിൽ ഒന്ന് പോയി പരതിയാൽ ഈ രേഖകളൊക്കെ കിട്ടും. ഫയല് പേജ് 20, ആ പേജ് 20 സംഘത്തെ സംബന്ധിക്കുന്ന, ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെ സംബന്ധിക്കുന്ന RSSന്റെ പങ്കിനെ കുറിച്ച് പറയുന്ന ഫയലിലെ പേജ് 20 ദില്ലിയിലെ നാഷണൽ ആർക്കൈവ്സിലുണ്ട്. RSSന് നിശബ്ദമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മൾ ഈ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാറില്ല. ഒരു സ്വയം സേവന സ്വാതന്ത്ര്യ സമര പെൻഷൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ്സുകാർ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഈ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടവർ, സഹനം അനുഭവിച്ചവർ, പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവർ, അവരാരും ഏതെങ്കിലും ആനുകൂല്യം വേണമെന്ന് നാളിതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. 42 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന പ്രക്ഷോഭങ്ങളിൽ സംഘപ്രവർത്തകരുടെ സാന്നിധ്യം ബ്രിട്ടീഷ് രഹസ്യ രേഖകളിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. സിവിൽ നിയമവിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഹോഷംഗാബാദിലെ സംഘപ്രവർത്തകർ ലാത്തികളോടുകൂടി എതിർക്കപ്പെടേണ്ട പ്രസംഗങ്ങൾ നിറഞ്ഞ ചില മീറ്റിംഗിൽ പങ്കെടുത്തായി സൂചനകൾ കിട്ടിയിരിക്കുന്നു. തുടർന്നുള്ള ഭാഗത്ത് റായ്പൂർ ജില്ലയിൽ സിവിൽ നിയമവിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന് 7 സംഘപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്, സ്വയംസേവകർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലെ പങ്ക് രേഖകളുണ്ട്. ഈ രേഖകൾ മുഴുവൻ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ സ്വയംസേവക സംഘം തുടങ്ങിയത് തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് തെളിയിക്കാൻ സാധിക്കും. 5/5/1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സമയം തന്നെ. അന്ന് 40-ൽ ഡോക്ടർജി മരിച്ചു. പരംപൂജനീയ ഗുരുജി സർസംഘചാലകായി. 5/5/42 ഗുരുജി പ്രവർത്തകർക്ക് കൊടുത്ത ഒരു ആഹ്വാനമുണ്ട്. സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ പോവുകയാണ് രാജ്യം. അദ്ദേഹം പറഞ്ഞു, മോചനത്തിനുള്ള യുദ്ധം വേഗത്തിൽ സമീപിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ആഹ്ലാദിക്കുന്നു. നിങ്ങൾ നിശ്ചയമായും യുദ്ധദേവതയെ പൂവുകൊണ്ടല്ല മറിച്ച് ജീവത്യാഗം കൊണ്ടാണ് ആരാധിക്കേണ്ടത്. സ്വയം സേവകർക്ക് കൊടുത്ത നിർദ്ദേശമാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാജ്യം ഇന്ന് കാണുന്ന വൈഭവ സമ്പന്നമായ വർത്തമാനകാലത്തിലേക്ക് എത്തുവാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്താണ് ചെയ്തത്? അതിന്റെ ശതാബ്ദി വർഷത്തിൽ, നൂറ്റാണ്ടില് ഈ തിരുവനന്തപുരത്ത് ഈ പുത്തരിക്കണ്ടം മൈതാനത്തില് നമ്മൾ ആ തീമിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹിന്ദു മഹാസമ്മേളനം നടത്തുമ്പോൾ അവകാശവാദങ്ങളില്ലാതെ നിശബ്ദമായി കടന്നു പോകുന്ന പരശതം പ്രവർത്തകരുള്ള ഈ മഹാപ്രസ്ഥാനത്തിന്റെ പങ്കെന്താണ് എന്ന് ചോദിച്ച് അപഹസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഉത്തരം പറയുന്നത്. എന്താണ് പങ്ക് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രം പറയുകയാണ്. 42-ലെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ യോഗരേഖകൾ, മീറ്റിംഗ് ഡോക്യുമെന്റ്സിൽ പറയുന്നു, സെൻട്രൽ പ്രവിശ്യ, ബീഹാർ, ഐക്യ പ്രവിശ്യ, ബോംബെ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ പേടിക്കേണ്ടതുണ്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ രേഖയാണ്. സംഘടന ബ്രിട്ടീഷ് വിരുദ്ധമാണ് എന്ന് ബ്രിട്ടീഷ് രേഖകളിൽ പറയുകയാണ്. സുഭാഷ് ചന്ദ്രബോസുമായിട്ട് സംഘത്തിന് അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാവാം ചിലപ്പോൾ ജപ്പാന്റെ സഹായത്തോടുകൂടി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സുഭാഷ് ചന്ദ്രബോസ് അന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ രേഖയിൽ പറയുന്നു, ജപ്പാൻ അനുകൂല നിലപാടുകളുടെ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏത്? RSS. കാരണം എന്താ? രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് സുഭാഷ് ചന്ദ്രബോസുമായി വലിയ ഹൃദയൈക്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഡോക്ടർജിയെ കാണാൻ 1940-ൽ നാഗപ്പൂരിൽ വരുന്നത്. അല്ലാതെ ജപ്പാനുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നത് കൊണ്ടല്ല. ഇനി ബന്ധം സുഭാഷ് ചന്ദ്രബോസുമായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനുണ്ടായിരുന്ന തീവ്രമായ ബന്ധം വ്യക്തമാക്കുന്ന മറ്റൊരു ഡോക്യുമെന്റ് ഉണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ INA, ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വരുന്ന സൈനിക നീക്കം, അവർ ഭാരതത്തിൽ പ്രവേശിച്ചാൽ സംഘം എന്ത് ചെയ്യണം എന്ന സർക്കുലർ ഉണ്ടായിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദു സേന ജപ്പാൻ സഹായത്തോടുകൂടി ഭാരതത്തിൽ പ്രവേശിക്കുമ്പോൾ
ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് 1943 സെപ്റ്റംബർ 20 നാഗപ്പൂരിൽ രഹസ്യയോഗം നടന്നതായി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ രേഖകളിലുണ്ട്. ചിന്തരഞ്ജന്റെ RSS ഫ്രീഡം മൂവ്മെന്റ് പേജ് 10, 11, 12. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പങ്കിനെ കുറിച്ച് ആശങ്കപ്പെടുന്നവർക്ക് ഈ രാത്രി മുഴുവൻ വേണമെങ്കിൽ നിന്ന് പങ്കെന്താണെന്ന് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. 1946 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ടു മുമ്പ് 46 നമ്മുടെ നെഹ്റുജി സിന്ധിൽ ഹൈദരാബാദ് ഉണ്ട്. ഇവിടെ ആന്ധ്രാപ്രദേശിൽ മാത്രമല്ല ഹൈദരാബാദ്, സിന്ധിൽ ഹൈദരാബാദ് ഉണ്ട്. ഈ ഹൈദരാബാദിൽ പ്രസംഗിക്കാമെന്നേറ്റു നെഹ്റുജി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 46 മുസ്ലിം ലീഗുകാർ സമ്മതിച്ചില്ല. മുസ്ലിം ലീഗുകാർ യോഗത്തെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കി. ഇതറിഞ്ഞ കോൺഗ്രസ് നേതാക്കളായ ഡോക്ടർ ചിമ്മൻ ദാസും ബാബ കിഷൻ ചന്ദും സംഘത്തിന്റെ സഹായം തേടി. പലപ്പോഴും തല്ലുകൊള്ളാതെ പോകുന്നത് ഈ കാക്കിയിട്ട ഒരു കാരണമാണ്. അന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സംരക്ഷണത്തിലാണ് ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ചത്. ഹൈദരാബാദില്, ഇന്നത്തെ പാകിസ്ഥാൻ. ദേശീയ പ്രക്ഷോഭങ്ങളും സംഘവും പേജ് 17, 18. ഇനി മഹാത്മാഗാന്ധി ഘാതകരാണല്ലോ RSSകാർ, മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നവർ RSSകാരാണ് എന്ന് പ്രസംഗിച്ചിട്ട് കോടതി മാപ്പ് പറയിക്കാൻ ഇപ്പൊ നമ്മുടെ പിന്നെ ഇയാൾ മാപ്പ് പറയാൻ മാത്രം ജനിച്ച ആളാണല്ലോ. എന്താണ് രാഹുൽ ഗണ്ഡി? പറഞ്ഞിട്ട് കാര്യമില്ല. തലയ്ക്കകത്ത് ആൾപ്പാർപ്പില്ലാത്ത ഒരു സാധു ജീവിയാണ്. അയാളെ കൊണ്ട് മറ്റുള്ളവര് ചുടിയോറ് വാരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു RSSകാർ ഗാന്ധിജിയെ കൊന്നു എന്ന്. അവസാനം കോടതി പറഞ്ഞു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ഗാന്ധിവധത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ആ മഹാത്മാഗാന്ധിയെ ദില്ലിയിലെ ഭംഗി കോളനിയിലുള്ള വാൽമീകി മന്ദിരത്തിൽ അദ്ദേഹം താമസിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലം രാഷ്ട്രം വിഭജിക്കുവാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഹമ്മദ് അലി ജിന്ന. സംഘർഷഭരിതമായ കാലം. ആ സമയത്ത് ഗാന്ധിജിക്ക് നേരെ മുസ്ലിം ഗുണ്ടകൾ, വാൽമീകി മന്ദിരത്തിൽ താമസിക്കുന്ന ഗാന്ധിജിക്ക് നേരെ മുസ്ലിം ഗുണ്ടകൾ ആക്രമിക്കാൻ പാഞ്ഞെടുത്തപ്പോൾ ഗാന്ധിജിയുടെ സഹായികളിൽ ഒരാളായിരുന്ന മലയാളിയായ കൃഷ്ണൻ നായർ ദില്ലിയിലെ പ്രാന്തപ്രചാരകനായിരുന്ന വസന്തറാവു വോക്കിന്റെ സഹായം നേടി. അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസിലേക്കല്ല പോയത്, സേവാദളിന്റെ ഓഫീസിലേക്കൊന്നും അല്ല പോയത്. അവര് കൃഷ്ണൻ നായര്, ഗാന്ധിജിയുടെ സഹായിയായിട്ട് സന്തത സഹചാരിയായിട്ടുണ്ടായിരുന്ന കൃഷ്ണൻ നായർ ദില്ലിയിലെ RSSന്റെ കാര്യാലയത്തിലേക്ക്, അന്ന് പ്രാന്തപ്രചാരകൻ വസന്തറാവു വോക്കാണ്, അദ്ദേഹത്തിന്റെ സഹായം തേടി. അന്ന് ഗാന്ധിജിക്ക് കാവൽ നിന്നത് സ്വയം സേവകരാണ്. ആ സ്വയം സേവകർക്ക് ഗാന്ധിജിയെ വധിക്കേണ്ട കാര്യമില്ല. ഇനി സ്വാതന്ത്ര്യാനന്തരം ഉള്ള സംഭവങ്ങൾ. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഭാരതത്തിന് കിട്ടിയെങ്കിലും ഗോവയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? അങ്ങനെ നിരവധി പ്രദേശങ്ങൾ വിദേശ ശക്തികളുടെ കയ്യിലുണ്ടായിരുന്നു. 40,000 സൈനികരുമായിട്ട് 2 ലക്ഷം റസാക്കർമാർ, മതഭീകരവാദികൾ പിൻബലത്തിൽ ഹൈദരാബാദ് വേറിടൽ മനോഭാവം ഉന്നയിച്ചപ്പോൾ പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം മധ്യപ്രദേശ് മുഖ്യമന്ത്രി പണ്ഡിറ്റ് രവിശങ്കർ ശുക്ല ബാപ്പു സാഹബ് സോഹണി എന്ന സംഘചാലകലൂടെ സംഘത്തിന്റെ സഹായം നേടി. ഹൈദരാബാദില് ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യുന്നു, സ്വതന്ത്ര രാഷ്ട്രമായി മാറും എന്ന വാദം ഉന്നയിച്ചപ്പോൾ സംഘ സ്വയം സേവയുടെ സഹായം തേടി. ആര്യ സമാജവും സംഘവും ചേർന്ന് നിന്ന ചെറുത്തുനിൽപ്പ്. ആ ചെറുത്തുനിൽപ്പിലാണ് 1948 സെപ്റ്റംബർ 13 ഭാരത സൈന്യത്തിന്റെ ഇടപെടൽ സുഗമമാക്കിയത്. 1200 റസാക്കർമാരെ വധിച്ചുകൊണ്ട് ഹൈദരാബാദിനെ സ്വതന്ത്രമാക്കാൻ സാധിച്ചത് അങ്ങനെയാണ്. അതിൽ നിരവധി സ്വയം സേവകർ ബലിദാനികളായിട്ടുണ്ട്. 47 ശേഷമുള്ള സംഭവമായി പറയുന്നത്. വിഭജനത്തിന്റെ കാലത്ത് 47 വിഭജനം നമുക്കറിയാം. 5 ലക്ഷത്തിൽ പരം ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്ത ആ വിഭജനത്തിന്റെ പ്രതികൂല കാലഘട്ടത്തിൽ സംഘത്തിന്റെ ചെറുപ്പക്കാർ പഞ്ചാബിലും സിന്ധിലും കാഴ്ചവെച്ചത് അതുല്യ ധീരതയായിരുന്നു. ഈ പ്രവർത്തനത്തിനിടയിൽ അനവധി യുവാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആരാ പറയുന്നത്? KM മുൻഷി. 47 വിഭജന കാലത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നാണ്. ആ രാഷ്ട്രീയ സ്വയം സേവക സംഘം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഘത്തിന്റെ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചിട്ടില്ല. അഖണ്ഡ ജമ്മു കാശ്മീർ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാകും വരെ
റാവൽപിണ്ടിയും കറാച്ചിയും സിന്ധും ബലൂചിസ്ഥാനും ഈ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാകും വരെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്വാതന്ത്ര്യ സമരം അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ. എല്ലാവരും 47 മതിയാക്കിയെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സിന്ധില് ബലൂചിസ്ഥാനില് ഒക്കെ ഭാരത് മാതാ കീ ജയ് വിളിച്ചുകൊണ്ട് മുസ്ലിം സഹോദരന്മാർ പാകിസ്ഥാനെതിരെ സമരം നടത്തുക. POK-യിൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ മുസ്ലിം സഹോദരന്മാർ ഞങ്ങൾക്ക് ഭാരതത്തിന്റെ ഭാഗമാകണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടക്കുകയാണ്. കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു മതത്തിനുമെതിരല്ല എന്ന് നിഷ്കളങ്കമായി നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതത്തിനും ഒരു രാജ്യത്തിനുമെതിരല്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരതത്തിനൊപ്പം നിൽക്കുന്ന, ഭാരതീയതയ്ക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ഭാരതത്തിനെതിരെ വന്നാൽ ഏത് കൊലകൊമ്പനാണെങ്കിലും അവന്റെ വിഷപ്പല്ല് പറിക്കാതെ വിശ്രമിക്കുന്ന പാരമ്പര്യമില്ലാത്ത പ്രസ്ഥാനം കൂടിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. ഇന്ന് ഭാരതത്തിന് തലവേദനയായി ഇന്നലെ വരെ നിന്നിരുന്ന ജമ്മു കാശ്മീരിനെ ശാന്തസുന്ദരമാക്കി കോടിക്കണക്കിന് ജനങ്ങൾ അവിടേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് 370 വകുപ്പിന്റെ ആ ഉന്മൂലനമായിരുന്നു. ആ ജമ്മു കാശ്മീർ എങ്ങനെയാ ഭാരതത്തോടൊപ്പം ചേർന്നത്? ജമ്മു കാശ്മീരിന്റെ കാര്യത്തില് RSSകാർക്ക് എന്താ ഇത്ര വ്യാകുലത എന്ന് ചോദിക്കുന്നില്ല ചിലരും. ജമ്മു കാശ്മീരിനെ ഭാരതത്തോടൊപ്പം ചേർത്തത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഇടപെടലാണ്. കാശ്മീരിലെ രാജാവ് ഹരിസിംഗ് ലയനക്കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായില്ല, ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായില്ല. അന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പഞ്ചാബ് സംഘചാലക് ബദരീസ് എന്ന് പറയും, അദ്ദേഹം സംഘചാലക്, അദ്ദേഹം ശ്രീനഗറിലെത്തി. കാരണം ഹരിസിംഗുമായിട്ട് ആത്മബന്ധമുണ്ടായിരുന്നു ബദരീസ്ജിക്ക്. ബദരീസ്ജി ശ്രീനഗറിലെത്തി ഹരിസിംഗിനെ ഉപദേശിച്ച് പട്ടേലിന്റെ നിർദ്ദേശം അംഗീകരിക്കുവാൻ സമ്മതിപ്പിക്കുകയായിരുന്നു. അതിനുവേണ്ടി പട്ടേലിന്റെ നിർദ്ദേശം അനുസരിച്ച് സർദാർ വല്ലഭായ് പട്ടേൽ, ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ, ഈ അഖണ്ഡ ഭാരതത്തെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തി, പട്ടേൽ ആശ്രയിച്ചത് അന്നത്തെ സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കറെ ആയിരുന്നു. പട്ടേലിന്റെ നിർദ്ദേശം അനുസരിച്ച് ഗുരുജി നേരിട്ട് പറന്നിറങ്ങി ശ്രീനഗറില്. ഹരിസിംഗിനെ കൊണ്ട് ലയന പ്രമാണത്തിൽ ഒപ്പുവെപ്പിക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം ബദരീസ് എന്ന് പറയുന്ന സംഘചാലകളിലൂടെ, പഞ്ചാബിലെ സംഘചാലകളിലൂടെ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 2ാം സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കറിലൂടെ നടത്തിയ പരിശ്രമമാണ് ഈ കാശ്മീരിനെ നമ്മുടെ ഭാഗമായിട്ട് നിർത്തിയത്. പിന്നെ ഒരു പ്രദേശത്തെ പാകിസ്ഥാൻ അടിയറ വെച്ചത്, അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, അത് കോൺഗ്രസിന്റെ സംഭാവനയാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ സംഭാവനയാണ്. ഗോവ വിമോചന സമരം 47 ശേഷമുള്ള സമരത്തില് 1954 ആഗസ്റ്റ് 2 ഗോവ, നഗർ ഹവേലി ഈ പ്രദേശങ്ങളിലേക്ക് പൂനെയിലെ സംഘചാലക് വിനായക റാവു ആപ്തയുടെ നേതൃത്വത്തിൽ 100 സ്വയം സേവകർ എരച്ചു കയറി. ഗോവ ഭാരതത്തിന്റെ ഭാഗമാകണം. 1955 ആഗസ്റ്റ് 15 സത്യഗ്രഹികളുടെ സംഘത്തെ ദില്ലിയിലെ മുൻ പ്രാന്തപ്രചാരക് വസന്തറാവു ഓക്കാണ് നയിച്ചത്. അന്നുണ്ടായ വെടിവെപ്പിൽ 3 സ്വയം സേവകർ മരിച്ചു. അപ്പോ 47 ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭാരതത്തിന്റെ ഈ പ്രദേശങ്ങൾ ഓരോന്നായിട്ട് സ്വതന്ത്രമാക്കുന്നതിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പങ്കെന്തായിരുന്നു? ഇനിയും പറയാനുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രവർത്തിക്കുന്നത് ഈ നാടിന്റെ വൈഭവപൂർണമായ ഒരു ഭാവിക്ക് വേണ്ടിയിട്ടാണ്. മത, ജാതി, ഭാഷാ ഭേദങ്ങളില്ലാതെ ഭാരതം എന്ന വികാരത്തോടുകൂടി ലോകത്തിന്റെ മുന്നിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു മാതൃഭാരതത്തെ സൃഷ്ടിക്കാനുള്ള നമ്മുടെ പരിശ്രമം അത് 100 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ലോകം ഇന്ന് സാഹൂതം നോക്കുന്ന ഈ പ്രസ്ഥാനം, ഞാൻ പറഞ്ഞു 25-ൽ RSS തുടങ്ങുമ്പോൾ വളരെ ദുർബലമായ അവസ്ഥയിൽ ഹിന്ദു കഴിയുന്ന കാലത്ത് ആ ഹിന്ദുവിനെ സംഘടിപ്പിക്കാൻ, ഈ രാജ്യത്തെ സംഘടിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘം തുടങ്ങുമ്പോൾ ഒരു ലോകശക്തിയുടെയും പിന്തുണയുണ്ടായിരുന്നില്ല. ലോകശക്തി കമ്മ്യൂണിസത്തിന്റെ പിന്തുണയോടുകൂടി 20-ൽ ജനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നമ്മളെക്കാളും RSSനേക്കാളും 5 വയസ്സ് മൂത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ലോകത്തിൽ നാമാവശേഷമായി കൊണ്ടിരിക്കുമ്പോൾ 25-ൽ തുടങ്ങിയ രാഷ്ട്രീയ സ്വയം സേവക സംഘം ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്.
50-ൽ പരം ലോകരാഷ്ട്രങ്ങളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇന്ന് പ്രവർത്തിക്കുന്നു. വിശ്വവിഭാഗ് എന്ന പേരില് റഷ്യയിലടക്കം ഇന്ന് നമ്മളുണ്ട്, സംഘപ്രവർത്തനമുണ്ട്. അടുത്ത കാലത്ത് ഉക്രൈനും റഷ്യയും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ, അഭയാർത്ഥി പ്രവാഹമുണ്ടായപ്പോൾ, നമ്മുടെ നാട്ടിൽ ഉരുളുപൊട്ടുമ്പോൾ എങ്ങനെയാണോ സേവാഭാരതി പ്രവർത്തകര് സേവന സന്നദ്ധരായി ഇറങ്ങിത്തിരിക്കുന്നത്, അതേപോലെ റൊട്ടിയും പുതപ്പും മരുന്നുമൊക്കെ ആയിട്ട് നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തി. എങ്ങനെ എത്തി? സേവ ഇന്റർനാഷണൽ എന്നാണ് ആ സംഘടനയുടെ പേര്. അത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രേരണ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന വിശ്വവിഭാഗിലെ സേവാഭാരതിയാണ്. അവിടെ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നില്ല. ഈ റഷ്യയുടെ അതിർത്തിയിൽ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നില്ല സേവനം എത്തിക്കാൻ. മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് RSSന്റെ സംഘടനയാണ് സേവ ഇന്റർനാഷണൽ. ആ സന്നദ്ധ സംഘടനയാണ് പലരെയും രക്ഷിച്ചത്. ഇന്ന് കടുത്ത മത നിയമങ്ങളുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഭാരതത്തിന്റെ ദേശാഭിമാനികളുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു. 50-ൽ പരം രാഷ്ട്രങ്ങളിൽ ഇന്ന് സംഘം പ്രവർത്തിക്കുന്നു. ഇന്ന് ആഗോള സംഘടനയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും കാലം സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട് ലോകരാഷ്ട്രങ്ങളുടെ വരെ ആദരവോടുകൂടി ഇന്ന് ഭാരതത്തെ നോക്കുകയാണ്. വരാനിരിക്കുന്ന നല്ല കാലങ്ങളിലേക്കുള്ള പ്രയാണത്തിൽ 100 വർഷം തികഞ്ഞ ഈ മഹാപ്രസ്ഥാനത്തിന്റെ സംഭാവന നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. പേരും പെരുമയും കാംക്ഷിക്കാതെ കടന്നുപോയ ബലിദാനികളായ, ജീവനും ജീവിതവും ഹോമിച്ച പരശതം പ്രവർത്തകർ, അവരുടെ പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. രേഖപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഈ മഹാചരിത്രം നാളെ ലോകം സാഹൂതം പഠിക്കുക തന്നെ ചെയ്യും. ഒരേ ലക്ഷ്യമേ ഉള്ളൂ, ഭാരതത്തെ വൈഭവപൂർണമായ നല്ല നാളുകളിലേക്ക് നയിക്കുക. ആ പ്രവർത്തനത്തിൽ ഈ പ്രസ്ഥാനം 100 വർഷം പിന്നിട്ടിരിക്കുന്നു. ആ പ്രസ്ഥാനത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടാണ് അനന്തപുരി ഹിന്ദു മഹാസംഗമം പോലും നടക്കുന്നത്. അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾക്കുള്ള പ്രേരണയും പ്രചോദനവുമായി ഇനിയും സാമൂഹ്യ പരിവർത്തനത്തിന്റെ മുൻനിരയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടാവും.